പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ് അയാൾ. ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. ഹൃദയത്തിൽ കണ്ണുള്ള ഒരു മനുഷ്യന് മാത്രം സാധ്യമാകുന്ന ഒന്നാണ് ഒരു സ്പെഷ്യലായ കുട്ടിയുടെ കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത്. അത് ആ കുട്ടി നമ്മുടെ വീട്ടിലുള്ള കുട്ടിയാവട്ടെ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടിയാവട്ടെ, നമ്മൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിലെ കുട്ടിയാവട്ടെ, നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിയാവട്ടെ, ആ കുട്ടിയോട് സഹവസിക്കുക എന്ന് പറയുന്നത് ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യന്മാർക്ക് മാത്രം കഴിയണം. ഹൃദയം കൊണ്ട് കാണുന്ന മനുഷ്യന്മാർക്ക് സാധ്യമാകുന്ന ലോകത്ത് രക്തത്തിന് മാത്രമല്ല, കണ്ണീരിനും എല്ലാ നാട്ടിലും ഒരേ നിറമാണ് അല്ലെ? ചോരയ്ക്ക് മാത്രമല്ലല്ലോ, കണ്ണീരിനും ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഒരേ നിറമാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ കണ്ണീരിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ചിത്രങ്ങൾ മാറാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് മനുഷ്യർ ശ്രദ്ധിച്ചതിൻ്റെ, ഭയപ്പെട്ടു നിൽക്കുന്ന കുറെ അമ്മമാരുടെ ഉള്ളിലെ വേദനകളെ കുറച്ച് മനുഷ്യന്മാർ ശ്രദ്ധിച്ചതിൻ്റെ, ഉത്തരമില്ലാതെ വലയുന്ന കുറെ അച്ഛന്മാരുടെ ഉള്ളിന്റെ നോവിനെ കുറച്ച് മനുഷ്യന്മാർ ശ്രദ്ധിച്ചതിൻ്റെ വലിയൊരു അടയാളമാണ് ഈ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഈ തണല് എന്ന് പറയുന്നത്. തണല് എന്ന് പറഞ്ഞാൽ അഭയം എന്നാണ്. അഭയം. നമ്മൾ വെയിലേറ്റ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു തണല് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ഒരു മരത്തിന്റെ നിഴലിലേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു തണുപ്പുണ്ട്. ആ തണുപ്പില്ലേ ഈ നാട്ടിൽ എത്രയോ അമ്മമാരുടെ ഉള്ളിലുണ്ടാവും. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ കൊയിലാണ്ടിയിൽ. അവൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്. അവരിങ്ങനെ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന കാലത്ത് ഇങ്ങനെ ഓരോ ആളുകളെ അന്വേഷിച്ചു പോകും. വീട്ടിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. കുറെ മുമ്പാ, അന്ന് അറിയാൻ വഴിയില്ല, ഓരോ വീടുകളിലേക്കും പോകണം. ഇന്നാണിത് സമൂഹത്തിന്റെ മൊത്തം ഉത്തരവാദിത്തമായിട്ട് മാറിയത്. അടുത്ത കാലത്താണ്. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇത് ഓരോ കുടുംബങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. വീട്ടിലൊരാൾ കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കിടക്കും. സ്പെഷ്യലായൊരു കുട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ കാലം കഴിയും. ഇന്നങ്ങനെയല്ല. ഇന്നതൊരു സൊസൈറ്റിയുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത അതീവ ഭംഗിയുള്ള കാഴ്ചയാണ് ഓരോ നാട്ടിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ കുടുംബത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നും, ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നും നമ്മൾ എല്ലാവരും തിരിച്ചറിഞ്ഞതിന്റെ അടയാളങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അന്നങ്ങനെയല്ല. അന്ന് അങ്ങനെ ഓരോ വീടുകളിലും അവർ ചെന്ന് അന്വേഷിക്കുക ചെയ്യുന്നു. അങ്ങനെ അന്വേഷിച്ച് അവര് ഒരാളെ കണ്ടെത്തി. ബാബു എന്നായിരുന്നു അയാളുടെ പേര്. ബാബുവിന്റെ അടുത്തേക്ക് ഇവർ പോകാൻ തുടങ്ങി. ബാബുവിനുള്ള മരുന്ന് എത്തിക്കാൻ തുടങ്ങി. ബാബുവിന്റെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിക്കാൻ തുടങ്ങി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഇവരുടെ ഒരു സന്ദർശനം തുടർച്ചയായി ഉണ്ടായി. ഒരു ദിവസം ബാബു നമ്മുടെ ഈ സുഹൃത്തിന്റെ കയ്യിലേക്ക് ഒരു ചെറിയ കുപ്പി കൊടുത്തു. ചെറിയൊരു കുപ്പി ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആർക്കും കിട്ടാത്തൊരു സ്ഥലത്തേക്ക് ഇത് വലിച്ചെറിയണം, കുട്ടികൾക്കൊന്നും ഒരിക്കലും കിട്ടാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് കളയണം എന്ന്. ബാബു ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ഈ സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, അതെന്താ ബാബു, ഇതെന്താണ് ഈ കുപ്പിയിൽ എന്ന് ചോദിച്ചു. ബാബു എന്താ പറഞ്ഞതെന്നറിയോ? ബാബു പറഞ്ഞു, എനിക്ക് ആകെ ഒരു അമ്മ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ആകെ ഒരു പശു മാത്രമേ ഉള്ളൂ. ഈ പശുവോ അമ്മയോ ഒരു ദിവസം ഇല്ലാതായാൽ എടുത്തു കുടിക്കാൻ വേണ്ടി എൻ്റെ തലപ്പുറത്ത് വെച്ചിട്ടുള്ള വിഷത്തിന്റെ കുപ്പിയാണിത്. യൂനുസ്, ഇനി എനിക്കത് വേണ്ട, നിങ്ങൾ വരുന്നുണ്ടല്ലോ. ഇനി എനിക്കത് വേണ്ട, നിങ്ങൾ വരുന്നുണ്ടല്ലോ. ഇതാണ് അഭയം എന്ന് പറയുന്നത്. ഭയം എന്ന വാക്കിന്റെ വിപരീതം എന്താണെന്നറിയോ? അഭയം. മനുഷ്യന് അഭയമുണ്ടെങ്കിൽ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാനൊരു മനുഷ്യനുണ്ടെങ്കിൽ, കേറി വരാനൊരു മനുഷ്യനുണ്ടെങ്കിൽ പിന്നെ ഭയമില്ല. അന്തോണി ഡി മെല്ലോ എന്നൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കഥയുണ്ട്, ഒരു ചെറിയ കഥയാണ്. പ്രെയർ ഓഫ് ദ ഫ്രോഗ് എന്നാണ് ആ കഥയുടെ പേര്. അദ്ദേഹത്തിന്റെ കഥകളൊക്കെ നല്ല രസമുള്ള കഥകൾ. ഇത് രണ്ട് ചങ്ങാതിമാരുടെ കഥയാണ്. ചങ്ങാതിമാര്, നല്ല ചങ്ങാതിമാർ, നല്ല സുഹൃത്തുക്കൾ. ഒരാൾ യുദ്ധത്തിന് പോയി, മറ്റേ ആള് അയാളെ കാത്തിരിക്കുക.
യുദ്ധത്തിന് പോയ ചങ്ങാതിയെ. ദിവസങ്ങൾ കഴിഞ്ഞു, അയാളെ കാണാനില്ല, അയാൾ വരുന്നില്ല. അപ്പൊ ഇവനാകെ അസ്വസ്ഥനാവുക. ഇവൻ പറഞ്ഞു, ഞാൻ അവനെ കാണാൻ പോവുകയാണ്, അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ വാശി പിടിച്ചു പോവാ. ആളുകളൊക്കെ അവനോട് പറഞ്ഞു, നീ പോണ്ട, അവൻ മരിച്ചിട്ടുണ്ടാവും, അവൻ എന്തായാലും കൊല്ലപ്പെട്ടിട്ടുണ്ടാവും, നീ പോണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാതെ ഇയാൾ പോയി. പറഞ്ഞതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ ആ ചങ്ങാതിയുടെ മൃതദേഹം ഉണ്ടായിരുന്നു അവന്റെ തോളിൽ, മരിച്ചിട്ടുണ്ട്. ഇവനിങ്ങനെ വരുന്നത് കണ്ടപ്പോ, ആ ചങ്ങാതിയെ തോളിലിട്ട് വരുന്നത് കണ്ടപ്പോ ആളുകളൊക്കെ അവനോട് പറഞ്ഞു, ഞങ്ങൾ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ, അവൻ മരിച്ചിട്ടുണ്ടാവും, നീ പോയത് വെറുതെ ആയില്ലേ, ജീവനോടെ അവനെ കാണാൻ പറ്റില്ലല്ലോ. ഇവൻ പറഞ്ഞെന്താണെന്നറിയോ? ഇവൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, ഞാനിവന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവന് ജീവനുണ്ടായിരുന്നു. പാതി അടഞ്ഞ കണ്ണിൽ അവൻ എന്നെ കണ്ടു. എന്നെ കണ്ട സമയത്ത് അവനൊരു വാക്ക് പറഞ്ഞു, എനിക്ക് ആ വാക്ക് മതി, ഇനിയുള്ള ആയുസ് മുഴുവനും തുഴയാൻ എനിക്ക് ആ ഒരൊറ്റ വാക്കിന്റെ തുമ്പ് മതി. അവൻ എന്നോട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു നീ ഇവിടെ വരുമെന്ന്. ആയുസ്സില് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ അരി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ, മരുന്ന് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ, ഒരു വാട്ടർ ബെഡ് എത്തിച്ചു കൊടുക്കുമ്പോൾ, ഒരു നോട്ട് പുസ്തകമോ പേനയോ വസ്ത്രമോ ഒരു വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ, ആദിയിൽ നിൽക്കുന്ന ഒരു അമ്മയോ ഉമ്മയോ ഒക്കെ നമ്മളോട് ഇങ്ങനെ പറയാം, എനിക്കറിയാമായിരുന്നു നിങ്ങളിവിടെ വരുമെന്ന് എന്നൊരു വാക്കൊരു ആയുസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആയുസ് ധന്യമാണ്.